ഗൈസ്, നമ്മളെ നൂലുകെട്ടാണ് ഗൈസ് നാട അല്ലേ? അത് ഗൈസ് നമ്മളെ നൂലുകെട്ടാണ് നാട. അതുകൊണ്ട് നമ്മൾ കുടിച്ച് സുന്ദരനായിട്ട് നമ്മൾ അമ്മാമ്മയുടെ പോകാൻ പോവാണ് ഗൈസ് അല്ലേ? അമ്മാമ്മ പുണ്ണൂസാണ് ചക്കരയാണ് അമ്മാമ്മത്തോളാം. അങ്ങനെ അമ്മാമ്മയുടെ കയ്യിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ റൂമിന്റെ ഇപ്പോഴത്തെ കോലം. ഇവിടെ കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട് ഗൈസ്, ഇത് കാര്യമാക്കണ്ട. അപ്പുറത്തെ ബാത്റൂം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് വെള്ളം പിടിക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കോലം. ഫാനിന്റെ പെയിന്റ് ഒക്കെ കുറച്ച് പോയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അതിന്റെ പൊടിയൊക്കെ അടിച്ച് വൃത്തിയായിട്ടുണ്ട്. ആരാണ് പൊടി അടിച്ചത്? ഞാനല്ല, ആരാണ് പൊടി അടിച്ചത്? ഇവിടെ വരൂ. പൊടി അടിച്ച വ്യക്തി ഇതിന്റെ ചുവരിൽ ഒടിച്ചു നിൽപ്പുണ്ട്. മുഖം കാണിക്കണമെന്നാണ് പറയുന്നത്, പക്ഷെ കാണും. ഇൻട്രോവേർട്ടായ ഒരു കുട്ടിയാണത്. അകത്തോട്ട് വന്ന് വൃത്തിയാക്കേണ്ടതാണ്. അപ്പൊ നമ്മള് വൃത്തിയാക്കാൻ വേണ്ടിട്ട് 2-3 ആൾക്കാരെ വെച്ചിട്ടുണ്ട്. നമ്മള് പേയ്മെന്റ് ഒന്നും കൊടുക്കുന്നതല്ല, നമ്മള് കുറച്ച് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്, കുറച്ച് ജ്യൂസ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അതെ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ ഇത് നമ്മുടെ റൂമിൽ നമ്മള് മേക്ക് ഓവർ ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം ഗൈസ്. നാളെ നമ്മുടെ നൂലായിട്ടാണ്, അതിന്റെ ഭാഗമായിട്ടുള്ള വൃത്തിയാക്കൽ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹൃദയരെ എല്ലാരും സഹകരിക്കുക. വൃത്തിയാക്കി ഇവിടെ നമ്മളെ ഫീഡിങ് പില്ലോ, കൊച്ചിൻ്റെ നെറ്റ്, പിന്നെ എൻ്റെ പ്രഗ്നൻസി പില്ലോ, ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗൈസ് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. എനിക്ക് വൃത്തിയാക്കാൻ അൺഫോർച്ചുനേറ്റ്ലി പറ്റില്ല ഗൈസ്. ഞാൻ കുളിക്കാൻ പോവുകയാണ്. കൊച്ചുറങ്ങുന്ന സമയത്തെ എനിക്ക് കുളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കൊച്ചിനെ ഇപ്പോൾ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി കുളിക്കാൻ പോവുകയാണ് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി മോളസ് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, എനിക്ക് പറ്റില്ല. ഓക്കെ ബൈ. പ്രഡിക്റ്റ് ചെയ്ത് കീഴടങ്ങി. കാണാൻ അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു ഗൈസ്. അപ്പോൾ ഏകദേശം ഇവിടെ അവരെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ എന്താണ് നെയിമിങ് സെറമോണിയുടെ മറ്റേ സംഭവമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ ആഡ് ഓൺ ദ വേ ആണ്. ഒരു 2 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ എല്ലാം കുടിച്ച് ജപിച്ചിട്ടൊക്കെ വന്ന് നിൽക്കൊണ്ട് ഓക്കെ. അപ്പം ബാക്കി കാണിച്ചു തരാം. ഇതാണ് കൊച്ചൂസ്, ഇതാണ് മോളൂസ്. ദീസ് ആർ മൈ കസിൻസ് ഗൈസ്. Now Velakaris. Yeah. മമ്മി അവിടെ ആരടുത്ത് സംസാരിക്കുന്നുണ്ട് ഫോണില്. ടെററാണ്. ഉറങ്ങിയാവേ? ഓക്കെ. അപ്പം നമ്മൾ ഹാളിലാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മുടെ സോഫയുടെ 2 സെറ്റിയുടെ 2 ചെയറാണ് ഇവിടെ ഇട്ടേക്കുന്നത്. പിന്നെ ഇത് ഞാൻ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന ഫീഡ് ചെയ്യാതിരിക്കുന്ന കസേരയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ്. തൊട്ടിൽ വെറുതെ കെട്ടിയിട്ടേക്കുന്നതേ ഉള്ളൂ, അവൻ കിടക്കാറില്ല. കുറച്ച് നേരം കിടക്കുമ്പോഴത്തേക്ക് അവന് അലർജിയാണ്, അവൻ പിന്നെ കരച്ചിൽ തുടങ്ങും. ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാൻഡ് ഇങ്ങ് വരും. സ്റ്റാൻഡൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് തൂപ്പുകാരി ഇപ്പോഴും തൂത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ക്ലീൻ ചെയ്ത് ഫാനൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും വരണമെങ്കിൽ 2 പേർക്ക് ഇരിക്കാം. അപ്പോൾ ഉറങ്ങി. ജോലി എടുത്ത് ക്ഷീണിച്ച കുട്ടികൾക്ക് നമ്മൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കിയാണ്. കാണിച്ചു കണ്ടോ? ഒരു ജ്യൂസ് ഉണ്ടാക്കി തരുന്നത്
എല്ലാവരും അറിയണം, എല്ലാവരും കാണണം, എല്ലാരും അറിയിക്കണം. അതെ എല്ലാവരും അറിയണം. ക്യൂട്ട്നെസ് വാരി വിതറുകയാണ് guys. ഏത് മരുന്ന് തന്നായിരുന്നു. ആ അപ്പോ അങ്ങനെ അതിന് മരുന്ന് ഇപ്പം ഉണ്ടായിരുന്നോ? നാളത്തേക്ക് എനിക്ക് ഇടാനുള്ള ബ്ലൗസ് തയ്ക്കുകയാണ് കേസ്. ഇത്രയും ദിവസം നമുക്ക് സമയം കിട്ടിയില്ല. അതുമല്ല, തുണി നമുക്ക് കിട്ടാൻ ലേറ്റായി. ഇന്നലെയാണ് തുണി കൊണ്ടുവന്നത്. ഇന്നലെയല്ല, മിനിങ്ങാണ്. സമയം ആ ശരിയാണ്, ലൈനിങ് കിട്ടിയില്ലായിരുന്നു. ലൈനിങ് ഇന്നലെയാണ് കൊണ്ടുവന്നത്. സോ അതുകൊണ്ട് നമ്മൾ ബ്ലൗസ് തയ്ക്കൽ ഇന്നത്തേക്ക് ആക്കി. നമ്മൾ പുതിയൊരു ഇത് എന്താണ്, പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നത്. എൻ്റെ മാത്രം ഐഡിയയാണ്. ഞാൻ റെഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മാഡത്തിന്. മാഡം തയ്ച്ചിട്ട് ഫൈനൽ ഔട്ട്ഫിറ്റ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ദൈവത്തിനറിയാം. തയ്ക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് താത്തിട്ട് എന്താ ചെയ്യുക, ഞാൻ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കണം. പ്രിൻസസ് കട്ട് അമ്മ അടിയിൽ നിന്ന് അങ്ങ് അടിച്ചു പതിച്ചാൽ മതിയായിരുന്നു. ഇന്നലെ ഞാൻ കണ്ടില്ലേ ഒരു വീഡിയോയിൽ ഇങ്ങനെ അടിയിൽ നിന്ന് അടിച്ചു പതിക്കുന്നത് പ്രിൻസസ് കട്ട് തന്നെ. പക്ഷെ അത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. നെക്സ്റ്റ് ടൈം നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ ത്രെഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ത്രെഡ് ചെയ്യാനായിട്ട് എൻ്റെ അപ്പച്ചിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണ് ത്രെഡ് ചെയ്തതെന്ന്. പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഫേഷ്യലൊന്നും ചെയ്തില്ല. പിന്നെ എന്താണെന്ന് പറയുന്നു, അതിനിടയ്ക്ക് നിമ്മി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ബേബിക്ക് ഒരു ഉടുപ്പൊക്കെ മേടിച്ചിട്ട് വന്നത് ഞാൻ കാണിച്ചു തരാം, പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നാളെ മൂലയിട്ടാണെന്നും അറിയാതെയാണ് കേട്ടോ വന്നത്. ഞാൻ പറഞ്ഞിട്ടുമില്ലായിരുന്നു. ഇങ്ങനെ അവൾ ബേബിനെ കാണാനായിട്ട് വന്നതാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ നാളത്തെ സംഭവം. ഇതിന് സെറ്റ് ചെയ്യൊക്കെ ഉണ്ട്. അത് രാത്രിയാണ് അതിൻ്റെ കലാപരിപാടികൾ. അപ്പം ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടേക്കാമേ. ഇതിൻ്റെ ബാക്കി സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാനായിട്ട് ഇവിടുന്ന് ടീംസ് അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ ഇടാം. ഇതിൽ കുറച്ചും കൂടി ഫില്ല് ചെയ്യാനുണ്ട്. കണ്ട, ഇതിലിപ്പം മോൻ്റെ ഫേസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് കുറച്ചും കൂടി ബബിൾസ് ഉണ്ട്. ബബിൾസ് വാങ്ങിച്ചിട്ട് ഫില്ല് ചെയ്യാനുണ്ട്, തെർമോക്കോൾ. അപ്പോൾ അതാണ് കേട്ടോ സംഭവം. അങ്ങനെ നമ്മുടെ നെയിം റിവീൽ ചെയ്യുന്ന ആ ഒരു സംഭവത്തിനകത്ത് കുറച്ചും കൂടി ബബിൾസ് ഇടാനുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ പോയേക്കായിരുന്നു കേട്ടോ ആതിര. അപ്പോൾ ആതിരയാണ് നമ്മുടെ വർക്കൊക്കെ ചെയ്യുന്നത്. ആതിര എന്ന് പറയുന്നത് എൻ്റെ മാമിയാണ്. ഞാൻ ആതിര എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവൾ എൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ. ഞങ്ങൾ ക്ലാസ്മേറ്റ്സാണ്. എൻ്റെ മാമനാണ് അവളെ കല്യാണം കഴിച്ചത്. സോ മുറയ്ക്ക് എൻ്റെ മാമിയാണ് അവൾ. അപ്പോൾ അവളാണ് നമുക്ക് ഇതൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. അവൾക്ക് ക്രാഫ്റ്റിൻ്റെ പേജൊക്കെ ഉണ്ടാകുമ്പോൾ അവളുടെ പേജിൻ്റെ പേര് ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ഇൻസ്റ്റയിലാണെങ്കിൽ നിങ്ങൾ DM ചെയ്തിരുന്നാൽ മതി. എനിക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ കോൺടാക്ട് നമ്പറൊക്കെ അയച്ചു തരുന്നതായിരിക്കും. എൻ്റെ സംസാരം ഇപ്പോൾ കുഴന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട് ഗൈസ്, ഒറ്റ കമ്പി ഇട്ടിട്ടുണ്ട്. അതിട്ടിട്ടാണ് ഈ കണകണാന്ന് സംസാരിക്കുന്നത്. അങ്ങനെ അവരത് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ കാർഡ്ബോർഡിനകത്ത് 2 സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ബലൂണിൻ്റെ മെഷർമെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വലുതും ചെറുതുമൊക്കെ ആയി പോകത്തില്ല. അപ്പോൾ അങ്ങനെ വൃത്തിയോട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു സംഭവമൊക്കെ നമ്മുടെ ആതിരയുടെ സ്വന്തം കലാവിരുന്നിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് ഇങ്ങനെ റോൾ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിത് എങ്ങനെ സെറ്റ് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കുറച്ച് നേരം. പിന്നെ അവസാനം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. നമ്മൾ വൈകുന്നേരം തുടങ്ങിയെങ്കിലും രാത്രിയായി ഈ ഒരു പരിപാടി തീർന്നപ്പോഴത്തേക്ക്. പക്ഷെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്.
അങ്ങനെ ഫൈനലി എൻ്റെ ബ്ലൗസും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ റെഫറൻസ് നോക്കിയിട്ട് അമ്മേനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിച്ചതാണ് കേട്ടോ. ചൊറയിക്കൊണ്ടിരിക്കുന്നു പാവം. നമ്മൾ ഉണർന്നാൽ നമ്മളിച്ചിരി വൈകിട്ടാണ്, ഉറങ്ങി നമ്മൾ സൈലന്റാണ്. രാവിലെ ഒതുക്കിയ റൂമാണ് കേസ്. ഇതിന് പോയിട്ട് ഇങ്ങനെയാണ്. ആഫ്റ്റർ സംടൈംസ് ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ടുമോറോ മോർണിംഗ് ഇത് ഓക്കെ ആവും അല്ലേ? ഓക്കെ ആക്കുന്ന ആൾക്കാരോടെ ഉണ്ട്. ശുഭപ്രതീക്ഷ. ബെല്ലും കൊണ്ട് വെച്ചേക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കട്ടെ.